എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1 ഞായറാഴ്ച. ഈ മാസം മുതൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, LPG സിലിണ്ടർ, FD എന്നിവയുടെ നിയമങ്ങൾ നിങ്ങളുടെ പ്രതിമാസ ചിലവുകളെ ബാധിച്ചേക്കാം. പാചകവാതക വിലയിൽ ഈ മാസം മുതൽ മാറ്റമുണ്ടാകുന്നതാണ്. കഴിഞ്ഞ മാസം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 8.50 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ജൂലൈയിൽ അതിൻ്റെ വില 30 രൂപയായിട്ട് കുറഞ്ഞിരുന്നു. ഇന്നു മുതൽ വീണ്ടും വിലയിൽ മാറ്റങ്ങൾ വരികയാണ്. അതുപോലെ വ്യാജ കോളുകളും സന്ദേശങ്ങളും നിയന്ത്രിക്കാൻ ട്രായ് ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ട്രായ് കർശന മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. ജിയോ, എയർടെൽ, വോഡാഫോൺ, ഐഡിയ, BSNL തുടങ്ങിയ ടെലികോം കമ്പനികളോട് 140 മൊബൈൽ നമ്പർ സീരീസിൽ നിന്ന് ആരംഭിക്കുന്ന ടെലിമാർക്കറ്റിംഗ് കോളുകളും വാണിജ്യ സന്ദേശമയക്കലും ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമാക്കിയുള്ള DLD അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി പ്ലാറ്റ്ഫോമിലേക്ക് സെപ്റ്റംബർ 30 മാറ്റാൻ ട്രായ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ LPG സിലിണ്ടറിനൊപ്പം എയർ ഇന്ധനത്തിൻ്റെയും CNG, PNG എന്നിവയുടെയും വിലയും എണ്ണ വിപണി കമ്പനികൾ ഈ മാസം മുതൽ മാറ്റം വരുത്തുകയാണ്. ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും മാറ്റമുണ്ടാകും. HDFC ബാങ്ക് യൂട്ടിലിറ്റി ഇടപാടുകളിലെ റിവാർഡ് പോയിന്റുകളുടെ പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ നിയമം ഇന്നു മുതൽ ബാധകമാകുന്നതാണ്. ഇതിന് കീഴിൽ ഈ ഇടപാടുകളിൽ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 2000 പോയിന്റുകൾ മാത്രമേ ലഭിക്കൂ. മൂന്നാം കക്ഷി ആപ്പ് വഴി വിദ്യാഭ്യാസ പേയ്മെൻറ്റ് നടത്തുന്നതിന് HDFC ബാങ്ക് ഒരു പ്രതിഫലവും നൽകുന്നില്ല. HDFC ഫസ്റ്റ് ബാങ്ക് 2024 സെപ്റ്റംബർ മുതൽ ക്രെഡിറ്റ് കാർഡുകളിൽ അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക കുറക്കും. പേയ്മെൻറ്റ് തീയതിയും 18 നിന്ന് 15 ദിവസമായിട്ട് കുറക്കുന്നതാണ്. ഇതുകൂടാതെ 2024 സെപ്റ്റംബർ 1 മുതൽ അതായത് ഇന്നു മുതൽ UPIയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പേയ്മെൻറ്റുകൾക്കായി റൂപേ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മറ്റ് പേയ്മെൻറ്റ് ദാതാക്കളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന അതേ റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത അറിയിപ്പ്, ക്ഷമാഭത്തയിൽ വർധനവുണ്ടാകും. സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിന് ജീവനക്കാർക്ക് ക്ഷമാഭത്തയിൽ വർധനവുണ്ടാകും. സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷമാഭത്ത 3% വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 50% ഡിയർനെസ് അലവൻസ് നൽകുമ്പോൾ 3% വർധനയ്ക്ക് ശേഷം ഇത് 53% ഇനി അടുത്തത് സൗജന്യ ആധാർ അപ്ഡേറ്റ് ആണ്. സൗജന്യ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. ഇതിനുശേഷം ആധാറുമായി ബന്ധപ്പെട്ട ചില കാര്യം നിങ്ങൾക്ക് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സെപ്റ്റംബർ 14 ശേഷം ആധാർ പുതുക്കുന്നതിന് ഫീസ് അടയ്ക്കേണ്ടി വരും. ഇനി അടുത്തത് പ്രത്യേക FDയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. സെപ്റ്റംബറിന് ശേഷം IDBI ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ്, SBI അമൃത് കലാസ് സ്പെഷ്യൽ FD എന്നിവയുടെ FD സ്കീമിൽ മാറ്റം വരികയാണ്. IDBI ബാങ്ക് 300 ദിവസം, 375 ദിവസം, 444 ദിവസം എന്നീ പ്രത്യേക FDക്കാർക്കുള്ള സമയപരിധി ജൂൺ 30 മുതൽ സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ ബാങ്ക് 300 ദിവസത്തെ പ്രത്യേക FDയുടെ സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ പ്രത്യേക FDക്കുള്ള അവസാന തീയതി സെപ്റ്റംബർ 30. SBI അമൃത് കലാസ് സ്പെഷ്യൽ FD സ്കീമിനുള്ള സമയപരിധി സെപ്റ്റംബർ 30 നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സെപ്റ്റംബർ മാസത്തെക്കുറിച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത്.